മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റൈസുമായിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് ഐറ്റം ആണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ റൈസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവയാണ്. 2.5 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകി 20 മിനിറ്റ് സോക്ക് ചെയ്ത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തത്. 1/2 കിലോ ചിക്കൻ മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തത്. 1.5 കഷ്ണം ക്യാരറ്റ് ക്യൂബ്സായി കട്ട് ചെയ്തത്. ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്. മീഡിയം സൈസ് സവാളയാണ്, നിങ്ങൾക്ക് 2 എടുക്കാം. 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്. ഞാനിവിടെ 6 വെളുത്തുള്ളിയും 2 മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗള് മല്ലിയില, 3-4 തണ്ട് പുതിനയില, 2 പച്ചമുളക്, അതിലൊന്ന് ഞാൻ 2ആയിട്ട് കീറിയും 1 മുഴുവനായിട്ട് ഇടുന്നുണ്ട്. 1/2 കഷ്ണം നാരങ്ങയുടെ നീര്. ഇവിടെ ഞാനൊരു മുസമ്പിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു എസൻസിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാം. 1 കപ്പ് ടൊമാറ്റോ ജ്യൂസ്. ഇത് ഞാനൊരു 2 തക്കാളി കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. മസാലകൾ ഇവയാണ്: കറുവപ്പട്ട, 2 തക്കോലം, 3-4 ഗ്രാമ്പൂ, 3 ഏലക്ക, 1 ടീസ്പൂൺ പെരുംജീരകം, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ആവശ്യമെങ്കിൽ മാത്രം ചേർക്കാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, 5 ഗ്ലാസ് വെള്ളം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇവയാണ്: 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഒലീവ് ഓയിലും എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിന്നത്തെ റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ആദ്യം നമുക്കൊരു പോട്ടിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ ഈ റേസിൻസും കാഷ്യും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിലേക്ക് തന്നെ മസാലകളൊന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറിയാൽ നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ടെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സവാള ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം കുടിച്ചിട്ട്
വേവിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റാം. ഇതിലേക്ക് പച്ചമുളക് ഇടാം. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കനൊന്ന് ജസ്റ്റ് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊന്ന് ഇട്ട് കൊടുക്കാം. ഈ പൊടികളൊന്ന് പച്ചമണം മാറുന്ന വരെ ഇതിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ പൊടികളെല്ലാം ചിക്കനിൽ നന്നായിട്ട് മിക്സായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് കുറച്ച് കൂടുതൽ അളവ് എടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയില ചേർക്കാം. അതേപോലെ പുതിനയിലയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ചെയ്തതിലേക്ക് നമുക്ക് അര കഷ്ണം നാരങ്ങയുടെ നീര് ചേർത്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് ചേർത്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന 5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3/4 പങ്കം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിലേക്ക് നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന ഈ മൊസമ്പി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് റൈസിനും കൂടി വേണ്ട അളവിൽ
ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായി വേവാൻ വേണ്ടി ഇതൊന്ന് 10 മിനിറ്റ് അടച്ച് വേവിക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ ഈ വെള്ളത്തിൽ കിടന്ന് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല പൊടിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പേ നമുക്കിതിൽ നിന്ന് ഓരോ ചിക്കൻ പീസായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ആ ഗ്രേവിയിൽ നിന്ന് ഞാൻ ചിക്കൻ പീസ് മാത്രം എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി വേറെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. വെച്ചുകൊണ്ടിരിക്കുന്ന നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഈ ഗ്രേവിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ 3/4 ഭാഗം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഗ്രേവിയാക്കാൻ. ബാക്കി വെള്ളം കൂടി ഒഴിച്ച് വെച്ച് നമുക്ക് ഈ വെള്ളം വറ്റുന്നവരെ ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഞാൻ ചെയ്യുന്നത് ഒരു ബേക്കിംഗ് ട്രേയുടെ മുകളിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഒരു വയർ റാക്ക് വെച്ചു. ഇനി നമുക്കിത് ഒലീവ് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എടുത്ത് വെക്കാം. ഇതും കൂടി നമുക്ക് ഒലിവ് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചിട്ട് അതിൻ്റെ മറ്റേ സൈഡും കൂടി നമുക്കൊന്ന് ഗ്രീസ് ചെയ്യാം. ഓവനിലാണ് ഞാനിത് ഗ്രില്ല് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഓവൻ 180 ഡിഗ്രിയിൽ ബോത്ത് സൈഡിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ചെയ്ത് വെച്ചിരിക്കുന്ന OTGയിലേക്ക് നമുക്കിനി ബേക്കിംഗ് ട്രേ വെക്കാം. അതിന് മുകളിൽ അലുമിനിയം ഫോയിൽ കവർ ചെയ്യുക. അതിനുശേഷം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വയർ റാക്കിന് മുകളിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് 180 ഡിഗ്രിയിൽ തന്നെ സെറ്റ് ചെയ്യാം. അതിനുശേഷം റോട്ടിസറി ഓപ്ഷൻ ബോത്ത് സൈഡിൽ വെച്ചതിന് ശേഷം 10 മിനിറ്റിലേക്ക് ടൈമർ സെറ്റ് ചെയ്യാം.
ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഇത് അടച്ച് തന്നെ വെക്കാം. ചിക്കൻ ഒരുപാടങ്ങ് ഗ്രില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇത് ചിക്കൻ ഗ്രേവിയിലിട്ടിട്ട് പുഴുങ്ങിയെടുത്ത ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ റൈസിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് ആയിട്ടാണിത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.